നമസ്കാരം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഏപ്രിൽ 8 ആനുകാലിക സംഭവങ്ങളാണ് നോക്കുന്നത്. 2024 ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ 8 കേട്ടോ. 2024 ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായതെന്ന 2024 ഏപ്രിൽ 8 ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരാൻ പോകുന്നത് നമ്മുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ലയിലുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ 2024 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാടുമാണ്. ഇന്ത്യയിൽ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്ന പ്രശസ്ത ന്യൂസ് ഏജൻസിയാണ് BBC കേട്ടോ. BBC ആണ് ഇന്ത്യയിലെ ന്യൂസ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച പ്രശസ്ത ന്യൂസ് ഏജൻസിയാണ് ഇത് BBC. ലണ്ടൻ ആസ്ഥാനമായ ഏജൻസിയാണ് ഇത് BBC എന്ന് പറയുന്നത്. BBCയിലെ മുൻ ജീവനക്കാർ സ്ഥാപിച്ച കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയതായിട്ട് BBC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈസൻസ് നിലവിലുണ്ടായിരുന്ന ലൈസൻസ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിനായിരിക്കും ഇനി മുതൽ BBCയുടെ ലൈസൻസ്. ഇനി അടുത്തൊരു ഉത്തർപ്രദേശിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് കാത്തിയ ഗോതമ്പ് കേട്ടോ. കാത്തിയ ഗോതമ്പ് അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? കാത്തിയ ഗോതമ്പ്. ഇനി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് അടുത്തിടെ ചുമതലയേറ്റ വ്യക്തിയാണ് സന്തോഷ് കുമാർ ഝാ. സന്തോഷ് കുമാർ ഝാ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? സന്തോഷ് കുമാർ ഝാ. 2024 ഏപ്രിലിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട തുറമുഖമാണ് പാരദ്വീപ് കേട്ടോ. ഒഡീഷയിലെ പാരദ്വീപാണ് 2024 ഏപ്രിലിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ജപ്പാൻ ഗ്രാൻഡ് പ്രി ഫോർമുല 1 കാറോട്ട് മത്സരത്തിൽ ജേതാവായതാരാന്ന് വെച്ചാൽ മാർക്ക് വെസ്തപ്പൻ ആണ്. അതുപോലെ 2023-24 I-ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് കേട്ടോ. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് 2023-24 I-ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണിത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്. 2024 ഏപ്രിലിൽ ജന്മശതാബ്ദി ആചരിക്കുന്ന മലയാള നാടകകൃത്താണ് തോപ്പിൽ ബാസി കേട്ടോ. തോപ്പിൽ ബാസി 2024 ഏപ്രിലിൽ ജന്മശതാബ്ദി ആചരിക്കപ്പെടുന്ന മലയാള നാടകകൃത്താണ് ആര്? തോപ്പിൽ ബാസി. 2024 പൊതു തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനമാണ് മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. 2024 പൊതു തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണെന്ത്? മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. ഇനി പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഇടവേള ബാബു കേട്ടോ. ഇടവേള ബാബു പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? ഇടവേള ബാബു. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഏപ്രിൽ 8 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കുറവ് വയനാട്. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ച പ്രശസ്ത ന്യൂസ് ഏജൻസിയാണ് ഇത് BBC എന്ന് പറയുന്നത്. ഇനി അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് ഇത് കാത്തിയ ഗോതമ്പ്. ഇനി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ചുമതലയേറ്റ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ സന്തോഷ് കുമാർ ഝായാണ് കേട്ടോ. സന്തോഷ് കുമാർ ഝാ. 2024 ഏപ്രിലിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട തുറമുഖമാണ് പാരദ്വീപ്, ഒഡീഷ. ഇനി ജപ്പാൻ ഗ്രാൻഡ് പ്രി ഫോർമുല 1 കാറോട്ടത്തിൽ ജേതാവായത് മാർക്സ് വെസ്തപ്പൻ ആണ്. ഇനി 2023-24 വർഷത്തെ I-ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് കേട്ടോ. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്. 2024 ഏപ്രിൽ ജന്മശതാബ്ദി ആചരിക്കുന്ന മലയാള നാടകകൃത്താണ് തോപ്പിൽ ബാസി കേട്ടോ. 2024 ഏപ്രിൽ ജന്മശതാബ്ദി ആചരിക്കപ്പെടുന്ന മലയാള നാടകകൃത്താണ് ആര്? തോപ്പിൽ ബാസി. 2024 പൊതു തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് മിത്ത്
മിത്ത് വേഴ്സിസ് റിയാലിറ്റി രജിസ്റ്റർ. ഇനി പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഇടവേള ബാബു.